നമുക്ക് രണ്ടുപേർക്കും ഇന്നൊരു ഷോപ്പിംഗ് ഡേ ആണ്. ഷോപ്പ് ചെയ്യാനുള്ള ഒരു വലിയ ലിസ്റ്റ് ആയിട്ടാണ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നത്. നല്ല അടിപൊളി വെതറിലൊരു ദിവസമാണ് ഇന്ന്. നല്ല ചൂടും എന്നാൽ ചെറിയൊരു തണുപ്പും ഒക്കെയായി നമ്മൾ ഒഫീഷ്യലി സമ്മറിലോട്ട് കടന്നിരിക്കുന്നു. ഇന്നത്തെ ആദ്യത്തെ പ്ലാൻ നമ്മുടെ വീട്ടിലെ സ്റ്റെയേഴ്സിലെ കാർപ്പറ്റ് ചേഞ്ച് ചെയ്യാനാണ്. വീട് വാങ്ങിയ സമയം തൊട്ടുള്ള കാർപ്പറ്റാ. ഇടയ്ക്കൊന്ന് ചേഞ്ച് ചെയ്യുന്നത് നല്ലതല്ലേ. പിന്നെ ഏത് കളർ വേണം, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള ഡിസ്കഷന് ശേഷം നമ്മളൊരു കാർപ്പറ്റിന് ഓർഡർ പ്ലേസ് ചെയ്തു. ഇനി ചെറുതായി എന്തെങ്കിലും കഴിച്ച് നമുക്ക് ബേബി പാർക്കിലോട്ട് പോവാം. നമ്മൾ 28 വീക്ക് പ്രഗ്നന്റ് ആവുമ്പോൾ ക്രാംസോഗ് വീട്ടിൽ വന്ന് കുഞ്ഞിനെ വെൽക്കം ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ വാങ്ങിക്കണം എന്നുള്ളൊരു ലിസ്റ്റ് തരും. ആ ലിസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡെലിവറി കഴിയുമ്പോക്ക് വീട്ടിൽ റെഡിയാക്കണം. ഡെലിവറി കഴിഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തുമ്പോക്ക് ഇവരും വീട്ടിലെത്തും. എന്നിട്ടൊരു 10 ദിവസം എങ്ങനെ കുഞ്ഞിനെ നോക്കണം എന്ന് അവർ നമ്മളെ പഠിപ്പിക്കും. അതായത് എങ്ങനെ കുളിപ്പിക്കണം, ഫീഡ് ചെയ്യണം, ഉറക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ആ ലിസ്റ്റ് അനുസരിച്ചാണ് നമ്മൾ ഇന്നിവിടെ ബേബി പാർക്കിൽ എത്തിയിട്ടുള്ളത്. ക്രിബും ബാസ്നെറ്റും ഡയപ്പർ സ്റ്റേഷനും സ്ട്രോളറും ഒക്കെ ഒന്ന് നോക്കാൻ വേണ്ടി. നമ്മൾ രണ്ടുപേരുടെയും ഫസ്റ്റ് ടൈം ബേബി ഷോപ്പിംഗ് ആവുകൊണ്ട് കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു. എന്നാലും ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ബില്ല് ചെയ്തു. നാട്ടിൽ നിന്ന് തിരിച്ചെത്തി ഫ്രണ്ട്സിനെ എല്ലാവരെയും മീറ്റ് ചെയ്യാനുള്ള ഒരു അവകാശം ഉണ്ടായിട്ടില്ല. ഇന്ന് നമുക്ക് നേരെ അവരുടെ അപ്പാർട്ട്മെന്റിലോട്ട് പോവാം. കണ്ണാടിയിൽ ഏതോ ഒരു കലാകാരന്റെ കഴിവിരിക്കുന്നുണ്ടല്ലോ. ഇവരൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് നാട്ടിൽ നിന്ന് നമ്മൾ തിരിച്ചെത്തി കഴിഞ്ഞാലും ഇവിടെയും ഒരു ഫാമിലി ഫീൽ തന്നെയാണ്. ഇനി ഭക്ഷണം, കുറച്ച് ഫിലിം ഗോസിപ്പ്, ഫ്യൂച്ചർ പ്ലാൻ ഡിസ്കഷൻ ഒക്കെയായി ഈ ഒരു ദിവസവും തീർന്നു.